വാഹനപുക പരിശോധന നടത്തുന്ന സമയത്ത് വാഹനം പൊല്യൂഷൻ കൺട്രോൾ അല്ല എന്ന് സർട്ടിഫൈ ചെയ്യുന്ന സമയത്ത് ചില വാഹനത്തിൻ്റെ ഉടമസ്ഥരോ അല്ലെങ്കിൽ വാഹനം ഓടിക്കുന്ന വ്യക്തിയോ ആ ക്യാഷ് വേണോ, പരാജയപ്പെട്ട സ്ഥിതിക്ക് പിന്നെ എന്തിന് ക്യാഷ് എന്ന് ചോദിക്കുന്നവരുണ്ട്. അവർക്കാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. നമ്മളൊരു ബ്ലഡ് ടെസ്റ്റിന് വേണ്ടി ഒരു ലാബിൽ പോയി കഴിഞ്ഞാൽ ആ ബ്ലഡ് നമുക്ക് ഉദ്ദേശിച്ച റിസൾട്ട് അല്ല നൽകിയത് എങ്കിൽ നമ്മൾ ആ ലാബിൽ നിന്ന് ക്യാഷ് കൊടുക്കാതെ പോരുമോ? ഒരിക്കലുമില്ല. അവിടുത്തെ സംവിധാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് അതിൻ്റെ റിസൾട്ട് നിങ്ങളെ അറിയിക്കുക എന്ന് മാത്രമാണ് ആ ലാബിൻ്റെ ഉത്തരവാദിത്വം. അത് പാസ്സായാലും നിങ്ങൾ ഉദ്ദേശിച്ച ലെവലിലുള്ള രോഗം ഇല്ല എങ്കിൽ പോലും, അല്ലെങ്കിൽ ഉണ്ടായാലും ഇല്ലെങ്കിലും നമ്മൾ ആ ഫീസ് കൊടുക്കാൻ ബാധ്യസ്ഥരാണ്. അതുതന്നെയാണ് ഇവിടെയും ഒരിക്കലും ഇത് ഒരു പൊല്യൂഷൻ ടെസ്റ്റിംഗ് സെൻറ്റർ എന്നുള്ളത് വാഹനത്തിൻ്റെ പുക പരിശോധന നടത്തി പാസ്സാക്കി എടുക്കുക എന്നുള്ള ഒരു തത്വമല്ല, മറിച്ച് അതിൻ്റെ യന്ത്ര സംവിധാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ട്, മെഷീനറികൾ ഉപയോഗിച്ചുകൊണ്ട് അതിൻ്റെ റിസൾട്ട് എന്താണ് എന്നുള്ളത് മാത്രം നിങ്ങളെ അറിയിക്കുകയാണ് അത് ഈ പുക പരിശോധന കേന്ദ്രത്തിൽ നിന്ന് നിങ്ങൾക്ക് ലഭിക്കുന്ന സർട്ടിഫിക്കറ്റ്. അതിൽ പരാജയപ്പെട്ടു കഴിഞ്ഞാൽ, അതിൽ ഫെയിലാണെങ്കിൽ വേണ്ട മെക്കാനിക്കൽ സൈഡുകൾ അല്ലെങ്കിൽ എൻജിൻ സൈഡോ എന്താണോ അതിനെ റിപ്പയർ ചെയ്യേണ്ടത്, അതിന് എടുത്ത നടപടിക്രമങ്ങൾ അത് നിങ്ങൾ പൂർത്തീകരിക്കും. വീണ്ടും 24 മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം മാത്രമേ RTOയുടെ സൈറ്റിൽ വീണ്ടും ആ വാഹനത്തെ പുക പരിശോധനയ്ക്കായിട്ട് നമുക്ക് നൽകുവാൻ സാധിക്കുകയുള്ളൂ എന്നുള്ളത് കൂടി സാന്ദ്രമായിട്ട് ഓർമ്മപ്പെടുത്തുകയാണ്. അതുകൊണ്ട് പുക പരിശോധന നടത്തുന്ന കേന്ദ്രം ഒരിക്കലും പാസ്സാക്കിയിട്ടുള്ള സർട്ടിഫിക്കറ്റ് തരുന്ന കേന്ദ്രമല്ല എന്നതാണ് ഇതിൽ കൂടി ബോധ്യപ്പെടുത്താൻ ശ്രമിക്കുന്നത്. അതുകൊണ്ട് ഈ വിഷയത്തിൽ എല്ലാവരും സഹകരിക്കണം എന്നുകൂടി ഓർമ്മപ്പെടുത്തുകയാണ്. താങ്ക് യു.